ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട അധ്യാപകരെ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. കാര്യങ്ങളൊക്കെ ഉഷാറായി പോകുന്നില്ലേ? നമ്മളിപ്പോൾ സൈക്കോളജിയുടെ പുതിയൊരു ഭാഗത്തിലേക്ക് പോവുകയാണ്. മുൻപുള്ള എല്ലാ ക്ലാസ്സുകളും കണ്ട് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാം കൃത്യമായി നോട്ട് ചെയ്യുക. നോട്ടുകൾ സ്വയം തയ്യാറാക്കണമെന്ന് പറയുന്നില്ല, സമയപരിമിതി ഉണ്ടായിരിക്കാം. അപ്പോൾ ഞങ്ങളുടെ നോട്ടുകൾ ഫലപ്രദമായി വിനിയോഗിക്കുക. കൂടുതൽ ചോദ്യങ്ങളൊക്കെ ചെയ്യാനുള്ള ത്വര അല്ലെങ്കിൽ ആ ഒരു ശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. എന്തായാലും നമുക്ക് സൈക്കോളജിയുടെ പുതിയൊരു ഭാഗത്തിലേക്ക് പോവാം. നോക്കാൻ പോകുന്നത് വൈഗോട്സ്കിയെ കുറിച്ചാണ്. വൈഗോട്സ്കി, ഈ പേര് ധാരാളം പ്രാവശ്യം നിങ്ങൾ കേട്ട ഒരു പേരായിരിക്കും, വൈഗോട്സ്കി. അതായത് വിദ്യാഭ്യാസ മനഃശാസ്ത്രങ്ങൾ എല്ലാം പരിശോധിക്കുമ്പോൾ സ്ഥിരം കേൾക്കുന്ന പേരുകളാണ് പിയാഷെ, വൈഗോട്സ്കി, ബ്രൂണർ, അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് വൈഗോട്സ്കി. അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. വൈഗോട്സ്കി സാമൂഹിക ഘടനാ നിർമ്മിതി സിദ്ധാന്തം അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയും. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഉപജ്ഞാതാവാണ് വൈഗോട്സ്കി. ഇതേ കാര്യത്തെ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം എന്നുകൂടി അറിയപ്പെടുന്നു. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം എന്നുകൂടി അറിയപ്പെടുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസമാണ്. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം. എന്തിനാണ് ഈ ഇങ്ങനെ 2-3 പറയണമെന്ന് വെച്ചാൽ, നമുക്ക് ഒരു കാര്യം അറിയില്ലെങ്കിൽ അടുത്ത പേരുന്നതിലും ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൽ പ്രസ്താവിച്ച ആളാണ് വൈഗോട്സ്കി. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റാണ്, പഠനം വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ ഒരു പ്രവർത്തനമാണ്. പഠനം വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് എന്ന് പറഞ്ഞത് വൈഗോട്സ്കിയാണ്. പഠനം വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ ഒരു പ്രവർത്തനമാണ്. സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ ചേർന്നാണ് വിദ്യാർത്ഥി വിജ്ഞാനം നിർമ്മിക്കുന്നത്. അതായത് ഒരു കുട്ടി എങ്ങനെയാണ് ജ്ഞാനം നിർമ്മിക്കുന്നത്? സമൂഹവുമായി ബന്ധപ്പെട്ടും അതേപോലെ അവൻ്റെ മറ്റു ഘടകങ്ങളുമായി ഇടപഴകുമ്പോഴാണ് വിദ്യാർത്ഥി ജ്ഞാനം നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേര് തന്നെ അല്ലേ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം. സമൂഹവുമായി ബന്ധപ്പെട്ട് ജ്ഞാനം നിർമ്മിക്കുന്ന വാദം. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. സാമൂഹികമായ കാര്യങ്ങളിൽ ഒരാൾ വ്യാപൃതനാകുമ്പോൾ അവനിൽ കുറേ കാര്യങ്ങൾ പഠിക്കും. അങ്ങനെ ജ്ഞാനം നിർമ്മിക്കപ്പെടുന്നു. അതിൽ കുട്ടികളുണ്ടാകുമ്പോൾ അതാണ് വൈഗോട്സ്കി പറഞ്ഞത് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം. പറഞ്ഞ ആള് വൈഗോട്സ്കിയാണ്. ഇംഗ്ലീഷിലുള്ള പേരാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഇംഗ്ലീഷ് പേര് ആലോചിച്ചാലും മതി, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസത്തിന് നമ്മൾ വേറെ രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കും. കൺസ്ട്രക്ഷൻ, നിർമ്മാണമല്ലേ? അതായത് സോഷ്യലായിട്ട് നിർമ്മിക്കുക, സൊസൈറ്റി നിർമ്മിക്കുമ്പോൾ എന്താവും? ആ സൊസൈറ്റിയിലെ കുറേ കാര്യങ്ങൾ ഒരു കുട്ടി മനസ്സിലാക്കും. അങ്ങനെ ഒരു കുട്ടിയിൽ സ്വായത്തമാവുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിലൂടെ വൈഗോട്സ്കി പറഞ്ഞത്. ഒന്നുകൂടി പോയിന്റ് പറയാം. സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ ചേർന്നാണ് വിദ്യാർത്ഥി വിജ്ഞാനം നിർമ്മിക്കുന്നത്. സാമൂഹികം ഉണ്ടായിരിക്കും, സാംസ്കാരികമായ ഘടകങ്ങളും ഉണ്ടായിരിക്കും. മറ്റുള്ളവരുമായി സഹകരിച്ച് ഇടപഴകുമ്പോഴാണ് വ്യക്തിയുടെ ചിന്താശേഷിയും ഭൗതിക ശേഷിയും വികസിക്കുന്നത്. അത് നമുക്ക് ആലോചിച്ചറിഞ്ഞൂടെ? ഇൻട്രോവേർട്ടായ ഒരു കുട്ടി ഒരു കാര്യത്തിലും ഇറങ്ങാറില്ല, വീട്ടിൽ തന്നെ ഇരിക്കുക, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. അങ്ങനെയുള്ളൊരു കുട്ടിക്ക് പുറം കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു കാര്യങ്ങൾ അറിയാൻ പറ്റുക? വളരെ പരിമിതമായിരിക്കും. അതേസമയം എക്സ്ട്രോവേർട്ട്, അതായത് കുറച്ചും കൂടി ആക്റ്റീവായ സമൂഹത്തിൽ കളിയും കുട്ടികളും സുഹൃത്തുക്കളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ ഇടപഴകണം എന്ന് അവരെ ആരെയും പഠിപ്പിക്കണം. അതായത് കുട്ടികളുമായി ഒക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളൊക്കെ ബന്ധപ്പെട്ട് സമൂഹവുമായി ബന്ധപ്പെട്ടിട്ട് ഒരാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അയാൾ എല്ലാവർക്കും സ്വീകാര്യനായിരിക്കും. അയാൾക്ക് എങ്ങനെയാണ് ഒരു സ്ഥലത്ത് ബിഹേവ് ചെയ്യേണ്ടതെന്ന് അറിയും, എങ്ങനെയാണ് കാര്യങ്ങളെ പ്രകടിപ്പിക്കേണ്ടത്, ഒരു സ്ഥലത്ത് എങ്ങനെ പെരുമാറണം എന്നൊന്നും ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരാൾ സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുട്ടി സ്വയം കാര്യങ്ങൾ, സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതാണ് അവന് ജ്ഞാനം ഉണ്ടാക്കുന്നത് എന്നാണ് വൈഗോട്സ്കി പറഞ്ഞത്.
ഇനി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. 3 ഇതാക്കിയിട്ടുണ്ട്. അവിടെ ഒരു ചെറിയൊരു ചിത്രത്തിൻ്റെ സഹായത്തോടെയും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു കുട്ടി എങ്ങനെയാണ് ജ്ഞാനം നിർമ്മിക്കുന്നത്, ആ കുട്ടിയിൽ എങ്ങനെയാണ് ജ്ഞാനം വളരുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടിയിൽ ഒരു അധ്യാപകൻ എങ്ങനെയാണ് അവൻ്റെ വിജ്ഞാന നിലയെ ഉയർത്തുന്നത് എന്നതിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞത് 3 കാര്യങ്ങളിലൂടെയാണ്. നിലവിലുള്ള വിജ്ഞാന നില, ഒരു കുട്ടിയുടെ ഇപ്പോഴുള്ള നിലവിലുള്ള വിജ്ഞാന നില, അതായത് അവനൊരു ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവനറിയാം, എന്നാൽ ഭൂരിഭാഗം കാര്യങ്ങൾ അവനറിയില്ല. അതാണ് നിലവിലുള്ള വിജ്ഞാന നില എന്ന് പറയുന്നത്. അടുത്തത് സാമൂഹികമായ വിജ്ഞാന നില. എന്താണ് ഈ സാമൂഹികമായ വിജ്ഞാന നില? വലിയ കാര്യം എന്നുള്ളതല്ല, ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. അടുത്തത് സാധ്യതാ വിജ്ഞാന നില. സാധ്യതാ വിജ്ഞാന നില പറഞ്ഞാൽ ഒരു അധ്യാപകൻ്റെയോ മറ്റു സുഹൃത്തുക്കളുടെയോ സഹായത്തോടെ ആ കുട്ടി അവൻ്റെ വിജ്ഞാന നില ഉയർത്തുന്നതാണ് സാധ്യമായ വിജ്ഞാന നില എന്ന് പറയുന്നത്. ഞാനതിന് ചെറിയൊരു ചിത്രം വരച്ച് കാണിച്ചു തരാം. ഇതാണ് ഒരു ചതുരക്കട്ടിയാണിത്. ഇതിനെ 3 തരംതിരിക്കുകയാണേ. 3 തരം. ഈ ഒരു ചിത്രം മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾ വേറെ ഒന്നുമില്ല, ഈ ഒരു ചിത്രം മാത്രം പഠിക്കാം. ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിക്ക് ഗുണനപ്പട്ടിക അറിയില്ല. 1 മുതൽ 10 വരെയുള്ള ഗുണനപ്പട്ടിക 5ലെ ഒരു കുട്ടിക്ക് അറിയില്ല. പക്ഷെ അവിടെയും ഇവിടെയും 2ൻ്റെ കുറച്ചറിയാം, 4ൻ്റെ ഇത്തിരി അറിയാം. അങ്ങനെയുള്ള ഒരു നിലവാരത്തിലാണ് ആ കുട്ടി നിൽക്കുന്നത്. അപ്പോൾ അവന് ഗുണനപ്പട്ടിക പൂർണ്ണമായും അറിയില്ല, അല്ലെങ്കിൽ കുറച്ച് മാത്രം അറിയാം. ഇതാണ് കേസ് 1. അതാണ് ആദ്യത്തെ ഈ സംഭവം, നിലവിലുള്ള വിജ്ഞാന നില. അതായത് ഇപ്പോൾ ഉള്ള സംഭവം, ഇപ്പോൾ ഉള്ള സംഭവം ആണ് ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ നില. രണ്ടാമതൊരു കുഞ്ഞു ഭാഗം കണ്ടുവോ? ഈ ചെറിയൊരു ഭാഗം പറഞ്ഞാൽ അധ്യാപകൻ അവനെ സഹായിക്കുകയാണ്. ബോർഡിൽ എഴുതിപ്പിച്ചിട്ടും പറയിപ്പിച്ചിട്ടും എഞ്ചുവടി പോലുള്ള പുസ്തകങ്ങൾ കൊടുത്തിട്ടും, എടാ മകനെ ഒന്ന് പഠിച്ചു വാ, നാളെ നമുക്കിതൊന്ന് പറഞ്ഞു പഠിക്കാം. ഗുണനപ്പട്ടിക അറിയില്ലെങ്കിൽ നിനക്ക് കണക്കിൻ്റെ ഒരു സാധനം അറിയില്ല, ഗുണിക്കാറില്ലെങ്കിൽ ഹരിക്കാറിയില്ല, ഇതൊക്കെ പറഞ്ഞ് ആ അധ്യാപകൻ ആ കുട്ടിയെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അവനൊരു പിന്തുണ കൊടുക്കുകയാണ്. അപ്പോൾ ഒപ്പം പറയും, അപ്പുറത്തെ കുട്ടിയുടെ അടുത്ത് പറയും, കുറച്ച് പഠിക്കണ കുട്ടി ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക, എടാ അവനും കൂടി ഒന്ന് നോക്കടാ എന്നൊക്കെ പറയില്ലേ, അവനും കൂടി ഒന്ന് ശ്രദ്ധിക്കടാ, അവനൊന്ന് പഠിപ്പിച്ചു കൊടുക്കടാ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഒരു പിന്തുണ കൊടുക്കുകയാണ്. ഈ പിന്തുണ കൊടുക്കുന്ന ഈ ഒരു ചെറിയ ഭാഗമാണ് ZPD എന്നറിയപ്പെടുന്നത്, സോൺ ഓഫ് പ്രോക്സിമൽ ഡിസ്റ്റൻസ്. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ സമീപസ്ഥ വികസന തലം. സമീപസ്ഥ വികസന തലം പക്ക മലയാളമാണ് ഞാൻ പറയുന്നത്. DLED ടെക്സ്റ്റ് ബുക്കിലും അതേപോലെ പണ്ടത്തെ TTC-കാരൻ ആണെങ്കിൽ അങ്ങനെയും ഇപ്പോഴത്തെ DLED-ലും പക്ക മലയാളമാണുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ പറയുന്നത്, സമീപസ്ഥ വികസന തലം. സമീപസ്ഥ വികസന തലം, അതായത് ഒരാളുടെ സഹായം അവിടെ ഉണ്ടാവുകയാണ്. അതിൻ്റെ ഇംഗ്ലീഷും കൂടി പറഞ്ഞുതരാം, ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡിസ്റ്റൻസ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡിസ്റ്റൻസ്. നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഈ പറയുന്ന ചെറിയ പോയിന്റിൻ്റെ ഇമ്പോർട്ടൻസ്. അടുത്ത ഏറ്റവും ടോപ്പിലുള്ള ഈ സാധനമാണ്, ആ കുട്ടി കൈവരിച്ചാൽ, അതായത് ഈ അധ്യാപകനും സുഹൃത്തുക്കളും ഒക്കെ കൈവരിച്ചാൽ ആ കുട്ടി നേടാൻ പോകുന്ന ആ വികസന തലമാണ് പറയുന്നത്. അതിനെ പറയും വികസന ശേഷി തലം അല്ലെങ്കിൽ സാധ്യതാ വിജ്ഞാന നില. അതായത് ഞാൻ അതിൻ്റെ വേറൊരു പേരും കൂടി എഴുതാണ്, ഏതാണ് ചോദ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. വികസന തലം, സാധ്യതാ വിജ്ഞാന തലം അല്ലെങ്കിൽ യഥാർത്ഥ വികസന തലം എന്നും പറയും. യഥാർത്ഥ വികസന തലം. ക്ലിയർ ആണോ? അപ്പോൾ ഒരു കുട്ടീനെ മാത്രം ആലോചിച്ചാൽ മതി. ഒരു 5ലെ കുട്ടിക്ക് ഗുണനപ്പട്ടിക 2ൻ്റെ അറിയാം, 4ൻ്റെ അറിയാം, ബാക്കിയുള്ളതൊന്നും അറിയില്ല. അതാണ് അവൻ്റെ ഇപ്പോഴത്തെ നില, അതായത് നിലവിലുള്ള വിജ്ഞാന തലം. അപ്പോൾ അധ്യാപകൻ അവനെ സഹായിക്കുകയാണ്, അധ്യാപകനും അവൻ്റെ കൂട്ടുകാരൊക്കെ സഹായിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡിസ്റ്റൻസ്. ZPD, സമീപസ്ഥ വികസന തലം. അത് ഒരു 2 മാസമൊക്കെ തുടർച്ചയായിട്ട് അവൻ അതിൻ്റെ പിന്തുണ കിട്ടിയപ്പോൾ അവൻ എന്ത് ചെയ്യാണ്, ആ കാര്യം പഠിച്ചെടുക്കുകയാണ്. അതാണ് യഥാർത്ഥ വികസന തലം അല്ലെങ്കിൽ സാധ്യതാ വിജ്ഞാന നില എന്ന് അറിയപ്പെടുന്നത്. ക്ലിക്കായോ? ക്ലിയർ ആണോ?
ഇനിയിപ്പോൾ ഞാൻ ഗുണനപട്ടിക പറഞ്ഞത് നിങ്ങൾക്ക് എളുപ്പം കത്താൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങളുടേതായ രീതിയിൽ എക്സാമ്പിൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതൊന്നും കൂടി ബെറ്റർ ആയിരിക്കും. നമുക്കൊന്നും കൂടി നോക്കാം. ZPD ഇപ്പോഴുള്ള വികസന തലമാണ് കറണ്ട് എബിലിറ്റി ലെവൽ. ഇപ്പോഴുള്ള വിജ്ഞാന നിലയാണ് കറണ്ട് എബിലിറ്റി ലെവൽ. അതായത് ഒരു കുട്ടിക്ക് ഇങ്ങനെ ഇവിടുത്തെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടിക്ക് ഇതിൻ്റെ മോളിക്ക് കയറാൻ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. താഴെ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. താഴെ നിൽക്കുന്ന ഒരു കുട്ടിക്ക് കൊമ്പത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അധ്യാപകൻ ഒരു ചെറിയൊരു മരക്കഷ്ണം ഇട്ട് കൊടുക്കുകയാണ്. ആ മരക്കഷ്ണം ഇട്ട് കൊടുത്തപ്പോൾ ആ കുട്ടിക്ക് കയറാൻ പറ്റി. ആ ഒരു മരക്കഷ്ണത്തിനെയാണ് ZPD എന്ന് പറയുന്നത്. അല്ല, ആ മരക്കഷ്ണം അവിടെ ഇല്ലെങ്കിൽ അവൻ തറയിലാണ് നിൽക്കുന്നത്. അതാണ് അവൻ്റെ യഥാർത്ഥ ഇപ്പോഴുള്ള വികസന തലം. ഇനി മരത്തിൻ്റെ കൊമ്പത്തേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ അതിനെ പറയും നമ്മുടെ യഥാർത്ഥ വികസനശേഷി തലം എന്ന് പറയും. വികസനശേഷി തലം. ക്ലിയർ അല്ലേ? അതായത് ഒരു കുട്ടിയെ ഇപ്പോഴുള്ള നിലയിൽ നിന്നും മരക്കൊമ്പത്തിലേക്ക് എത്താൻ അധ്യാപകൻ സഹായിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നതാണ് വൈഗോട്സ്കി. ക്ലിയർ അല്ലേ? ആ അധ്യാപകൻ സഹായിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ ഇവിടെ ഒരു മരക്കഷ്ണം വെച്ചു കൊടുത്തിട്ടുണ്ട്. ആ മരക്കഷ്ണം ആണ് അധ്യാപകന്റെ സഹായം. അതിനെ പറയും ZPD. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വിദ്യാർത്ഥിക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന നിലയാണ് കറണ്ട് എബിലിറ്റി ലെവൽ. ഇപ്പോഴുള്ള എബിലിറ്റിയുടെ ലെവല്. അടുത്തത് മറ്റുള്ളവരുടെ സഹായത്തോടെ ചെയ്യാൻ കഴിയുന്ന തലമാണ് സമീപസ്ഥ വികസന മേഖല അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ZPD എന്ന് പറയും. ZPD ഓക്കെ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഈ ZPDക്ക് അധ്യാപകന്റെ വക കുറച്ച് കൈത്താങ്ങുകൾ കൊടുക്കുകയാണ്. അധ്യാപകനും അവൻ്റെ സുഹൃത്തുക്കളൊക്കെ കുറച്ച് കൈത്താങ്ങ്, ആ വാക്ക് പ്രത്യേകം നോക്കണം. സ്കഫോൾഡിങ് താങ്ങുതൂൺ അല്ലെങ്കിൽ കൈത്താങ്ങ് നമ്മൾ കൊടുക്കാറില്ലേ? ഒരു സ്ഥലത്ത് നടക്കുകയാണ്, അപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞ് അരുവി എന്തെങ്കിലും ഉണ്ട്. കുറച്ച് ആൾക്കാർ ആ അരുവി മുകളിലേക്ക് കയറി എത്തണം. അപ്പോൾ മുകളിലേക്ക് കയറി എത്താൻ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വേഗം കൈ തരും അല്ലേ? അപ്പോൾ മറ്റേ ആൾക്കാർ കുറച്ച് മുകളിലേക്ക് കയറിയ ആൾക്കാർ എന്ത് ചെയ്യുക? ആ കൈ കൊടുത്തിട്ട് പിടിച്ച് കയറ്റും. അതന്നെയാണ് ഇത്. കുറച്ച് താഴെ നിൽക്കുന്നയാളെ കൈ കൊടുത്ത് പൊക്കി കൊണ്ടുവരിക. അതിനല്ലേ നമ്മൾ കൈത്താങ്ങ് പറയുക. അതേ കാര്യമാണ് ഇവിടെ വിദ്യാർത്ഥിയുടെ തലത്തിലും പറയണത്. വിദ്യാർത്ഥി കുറച്ച് താഴെയാണ്. ആ താഴെ നിൽക്കുന്ന കുട്ടീനെ അധ്യാപകൻ കൈ കൊടുത്ത്, അധ്യാപകനോ അവൻ്റെ മറ്റു പഠന പിന്തുണ നൽകുന്ന ആൾക്കാരോ കൈ കൊടുത്തിട്ട് സഹായിച്ച് അവനെ ഉയർത്തി കൊണ്ടുവരികയാണെങ്കിൽ അതിനെ പറയും സ്കഫോൾഡിങ്, കൈത്താങ്ങ് എന്ന് പറയും. സ്കഫോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൈത്താങ്ങ് നൽകുക. വിദ്യാർത്ഥിക്ക് പുതിയ അറിവുകൾ നേടാൻ സഹായിക്കുന്ന താൽക്കാലിക പിന്തുണയാണ് സ്കഫോൾഡിങ്. ഒരു വിദ്യാർത്ഥിക്ക് പുതിയ അറിവുകൾ നേടാൻ സഹായിക്കുന്ന താൽക്കാലികമായ പിന്തുണയാണ് സ്കഫോൾഡിങ്. അതിന് ഇവിടെ ഒരു കുഞ്ഞൊരു ഡയഗ്രം കൂടി തന്നിട്ടുണ്ട്. ഈ പുറത്തുള്ള ചിത്രം കണ്ടോ? ഇതാണ് നമ്മുടെ വൈഗോട്സ്കി. അദ്ദേഹത്തിന്റെ ചിത്രം കൊടുത്തിട്ടുള്ളത് വെറുതെയാണ്, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഫോട്ടോ ചോദിച്ചിട്ട് ഇതിൽ ആരാണ് വൈഗോട്സ്കി പറഞ്ഞിട്ടുള്ള ചോദ്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല. അടുത്ത ചെറിയ ചിത്രം നോക്കാം. ലേണർ കനോട്ട് ഡു. അതായത് ആ ലേണർക്ക് ചെയ്യാനേ പറ്റാത്തൊരു മേഖല ഉണ്ടായിരിക്കും ഇല്ലേ? ഒരു പ്രൊജക്റ്റ് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു വർക്ക് കൊടുത്താൽ ആ കുട്ടിക്ക് ചെയ്യാനേ പറ്റാത്തൊരു മേഖല ഉണ്ടായിരിക്കും. അതാണ് ഏറ്റവും ഔട്ടർ. ദെൻ ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ZPD പറഞ്ഞാൽ ലേണർ ക്യാൻ ഡു വിത്ത് ഗൈഡൻസ്. അധ്യാപകന്റെയോ സഹപാഠികളുടെയോ സഹായത്തോടെ ചെയ്യാൻ അവന് കുറച്ച് കാര്യങ്ങളൊക്കെ പറ്റും. അതാണ് ഈ രണ്ടാമത്തെ മേഖല. മൂന്നാമത്തത് നോക്കൂ. ലേണർ ക്യാൻ ഡു അൺഎയ്ഡഡ്. മറ്റുള്ളവരുടെ ഒരാളെയും സഹായമില്ലാതെ തന്നെ ലേണർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതാണ് ഏറ്റവും ഇന്നർ സർക്കിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ആ ഇന്നർ സർക്കിളിലേക്ക്, അവന്റെ പൂർണ്ണമായ ലെവലിലേക്ക് എത്താൻ സഹായിക്കുന്നതാണ് ഈ ഒരു ZPD. അതേപോലെ സ്കഫോൾഡിങ്. ക്ലിയർ അല്ലേ? അധ്യാപകൻ നൽകുന്ന താഴെ നിൽക്കുന്ന കുട്ടിയെ അധ്യാപകൻ പൊക്കിക്കൊണ്ടുവരാണെങ്കിൽ അതിനെ പറയും സ്കഫോൾഡിങ്. ആ പൊക്കുന്ന ആ ഒരു പ്രോസസ് ഇല്ലേ, ആ പ്രോസസ്സിനെ നമ്മൾ പറയും സ്കഫോൾഡിങ്.
ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സഹായം അധ്യാപകന് കൊടുക്കാം, സഹപാഠികൾക്ക് കൊടുക്കാം, പഠന ഉപകരണങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അധ്യാപകൻ സഹായിച്ചാൽ മാത്രമേ കുട്ടി പഠിക്കുന്നൊന്നുമില്ല. അങ്ങനെ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കും. ചിലപ്പോൾ നമ്മൾ അധ്യാപകർ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു സുഹൃത്ത് ചിലപ്പോൾ വർത്തമാനത്തിന്റെ ഇടയിൽ കൂടെ അവന് കാര്യങ്ങൾ മനസ്സിലാക്കും. ചില കുട്ടികൾ വായിച്ച് സ്വയം മനസ്സിലാക്കും, അല്ലെങ്കിൽ പഠന ഉപകരണങ്ങൾ വഴി സ്വയം പഠിക്കും. അങ്ങനെയും പഠനം നടക്കുന്നുണ്ട്. അങ്ങനെ പഠനം പുരോഗമിക്കുന്നതിനനുസരിച്ചിട്ട് ഈ പിന്തുണ ക്രമേണ കുറയ്ക്കും. പഠനം ഇങ്ങനെ മെച്ചപ്പെട്ട് വരികയാണ്. ആദ്യം ഗുണനപട്ടിക അറിയാത്തൊരു കുട്ടിയായിരുന്നു. ആ കുട്ടി ഒരു 2 മാസം കൊണ്ട് കുറേയൊക്കെ കാര്യങ്ങൾ പഠിച്ചു. അവൻ ആ വർഷം അവസാനമായപ്പോഴേക്ക് ഗുണനപട്ടിക മൊത്തം പഠിച്ചു. പിന്നെ ആ അധ്യാപകന്റെയോ പിന്തുണ വേണോ, മറ്റു കുട്ടികളുടെ പിന്തുണ വേണോ? വേണ്ട. അതേപോലെ ഒരു പിന്തുണ ആവശ്യമുള്ള സമയത്ത് മാത്രമാണ് നൽകുന്നത്. ആ ഒരു ആവശ്യം കഴിഞ്ഞാൽ പിന്നെ മെല്ലെ ആ പിന്തുണ കുറയ്ക്കുന്നു. ഇനി ഒരു കുട്ടിയുടെ സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾ ഇതുണ്ട്. ഇനിയിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊക്കെ എന്തിനായി പറയണത്, വളരെ സിമ്പിൾ അല്ലേ, ഇതൊക്കെ ആലോചിച്ചാൽ കിട്ടില്ലേ കരുതും. പക്ഷെ ആലോചിച്ചാൽ കിട്ടില്ല മാഷന്മാരെ, ടീച്ചർമാരെ. അവിടുത്തെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. പരീക്ഷയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞ കാര്യം തെറ്റിക്കും. ഒരു കുട്ടി പഠിക്കുന്ന സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളിൽ താഴെ തന്നിരിക്കുന്നതിൽ പെടാത്തതേത്? ഒറ്റയടിക്ക് കാണും. കുടുംബം, സ്കൂള്, കൂട്ടുകാര്, പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു സാധനം തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുതാൻ പറ്റുമോ? അപ്പോൾ അങ്ങനത്തെ സമ്മർദ്ദം, പരീക്ഷാ ടെൻഷന്റെ ഇടയിലൊക്കെ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു ഭാഗം കൂടി ഉൾപ്പെടുത്തിയത്. കുട്ടി പഠിക്കുന്ന സാഹചര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടുംബം. കുടുംബം വേണ്ടേ? കുടുംബത്തിലെ കാര്യങ്ങളല്ലേ ആ കുട്ടി ആദ്യം പഠിക്കുക. എങ്ങനെയാണ് രാവിലെ എണീക്കേണ്ടത് മുതൽ എങ്ങനെയാണ് അവന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം, ദൈനംദിന പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യും, എങ്ങനെ മുതിർന്നവരുടെ അടുത്ത് ബഹുമാനിക്കും, എങ്ങനെയാണ് ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ കുടുംബത്തിലെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെ അവൻ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. രണ്ടാമത്തേതാണ് സ്കൂളിൽ നിന്നാണ് അവന് സാംസ്കാരികം ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കുന്നത്. എങ്ങനെ ഇന്ററാക്ട് ചെയ്യും, മുതിർന്നവരുടെ അടുത്ത് എങ്ങനെ ഇന്ററാക്ട് ചെയ്യും, കളിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, എങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ ഒപ്പം നിന്നിട്ട് അവന്റെ സഹപാഠികളുടെ ഒപ്പം നിൽക്കുക എന്നൊക്കെ ഉള്ളത്. കൂട്ടുകാര് വളരെ നല്ല, ഏറ്റവും പെർഫെക്റ്റ് ആണ്. പിയർ ഗ്രൂപ്പ് കൂട്ടുകാർക്ക് വളരെ സ്വാധീനം ചെലുത്താൻ കഴിയും. ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും, അങ്ങനെ വാക്കില്ലേ. നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ ആ കുട്ടി നന്നായി വരും. ചീത്ത കൂട്ടുകെട്ടുപ്പെട്ട ഉള്ളതും കൂടി ഇല്ലാതെയും. നല്ല ഫാമിലി, ഏറ്റവും നല്ല ഫാമിലി, വെൽ സെറ്റിൽഡ്, അച്ഛനും അമ്മയൊക്കെ നല്ല ഗവൺമെന്റ് എംപ്ലോയീസ്. കുട്ടി നല്ല പഠിച്ചിരുന്നു. അങ്ങനെ കുട്ടി പഠിച്ചിരുന്നപ്പോൾ കുട്ടിക്ക് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ആൻഡ്രോയിഡ് ഫോണും കയ്യിൽ നിറച്ച് കാശും കൊടുത്തു. ബാങ്ക് അക്കൗണ്ട് നിറച്ച് കാശ്. എപ്പോൾ വേണമെങ്കിൽ ഗൂഗിൾ പേ വഴിയോ ATM വഴിയോ പിൻവലിക്കാനുള്ള ഒരു അവസരം. കുട്ടിയെ കൊണ്ടുപോയിട്ട് ഫേമസ് ആയ ഒരു സ്കൂളിൽ, അല്ല ഇന്റർനാഷണൽ കോളേജിൽ, അല്ല വമ്പൻ കോളേജിൽ ചേർത്തു. ഞാൻ കഥയായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു കോളേജിൽ ചേർത്തു. അവിടെ പോയി തനി വെടക്കായ കുട്ടികളുടെ ഒപ്പം അവൻ ചേരുകയാണ്. കള്ള്, കഞ്ചാവ്, രാത്രി സഞ്ചാരം എല്ലാം ഉണ്ട്. ആ കുട്ടി നന്നാവും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര വെൽ സെറ്റിൽഡ്, എത്ര വിദ്യാഭ്യാസ സമ്പന്നരായ ഫാമിലി ആണെന്ന് പറഞ്ഞാലും കൂട്ടുകാരാണ് പിന്നെ അവന്റെ ലോകം. രാഷ്ട്രീയം തലക്ക് കയറും, കള്ള് കയറും, കഞ്ചാവ് കയറും, അങ്ങനെ ഗതികെട്ട് നാശമായ എത്രയോ ഫാമിലികളെ നമുക്ക് അറിഞ്ഞൂടെ? അപ്പോ കൂട്ടുകാരും ഇവന്റെ സ്വഭാവത്തെയും ജ്ഞാനനിർമ്മിതിയെയും സ്വാധീനിക്കും. മാധ്യമങ്ങൾ സ്വാധീനിക്കും. നല്ല മാധ്യമങ്ങൾ നന്നായിട്ട് നിർവഹിക്കുന്നതാക്കും, ചീത്ത മാധ്യമങ്ങൾ ചീത്ത രീതിക്ക് തന്നെ മാറ്റും. ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ചിന്തകൾ, നമ്മൾ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്ന് വരെ ട്രാക്ക് ചെയ്യുകയാണ് ഇപ്പൊ മെറ്റ ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള ഫീഡുകൾ തരും ഇല്ലേ? പുതിയ കാലത്തെ, ആധുനിക കാലത്തെ 2025 പുതിയ ഏറ്റവും ടോപ്പ് ടെക്നോളജിയാണ് AI, ഓപ്പൺ AIന്റെ സാധനങ്ങളൊക്കെ. ഓപ്പൺ AI എന്ന് പറഞ്ഞ ChatGPT, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടാവും. AI എന്ത് വെച്ചിട്ടും AI ചെയ്യാം. അങ്ങനെ ഒരു കുട്ടി, എവിടെ സ്ഥലം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എല്ലാ കാര്യങ്ങൾക്കും AI ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തു. അവൻ കൂടുതലായിട്ട് AI, ഓപ്പൺ AIയുടെ ChatGPTയുമായിട്ട് മൂപ്പര് കൂടുതലായിട്ട് സംസാരിച്ച് ഹൗ ടു സൂയിസൈഡ് സൈലന്റ്ലി. ChatGPT കൃത്യമായ ഉത്തരം അവന് പറഞ്ഞു കൊടുത്തു. വിത്തിൻ 2 days
ആള് തൂങ്ങി. ChatGPT പ്രൊമോട്ട് ചെയ്തു, പോയി ആത്മഹത്യ ചെയ്യടാന്ന്. ആ കുട്ടിയുടെ ലോകം ChatGPTയിലേക്ക് ചുരുങ്ങിയിരുന്നു, അവൻ പോയി ആത്മഹത്യ ചെയ്തു. അങ്ങനെ മാധ്യമങ്ങൾ സഹായിക്കും. സമൂഹം, ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിൽ സമൂഹം സഹായിക്കും. എങ്ങനെയാണ് ധാരാവിയിലും അതേപോലെ മറ്റുള്ള സ്ഥലങ്ങളിലും ഈ ചേരി പ്രദേശത്ത് കൂടുതൽ ഗുണ്ടായുസവും മറ്റും നിലനിൽക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവിടുത്തെ സമൂഹം, പട്ടിണിയും ദാരിദ്ര്യവും ഉള്ള സമൂഹത്തിൽ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് അതേപോലെ ആയിരിക്കും അവരുടെ കൾച്ചർ വരുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ശ്രദ്ധിച്ചാൽ മതി. ഈ ചേരി പ്രദേശങ്ങളിലൊക്കെയാണ് അസാൻമാർഗികമായ പ്രവർത്തനങ്ങളും മറ്റു ദോഷകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഗുണ്ടായുസം എല്ലാം ഉണ്ടാകുന്നത് അവിടെയാണ്. അപ്പൊ ആളെ സമൂഹത്തിന് വലിയ സ്വാധീനമുണ്ട്. ഒരാളുടെ പേഴ്സണാലിറ്റി രൂപീകരിക്കാൻ, ഒരാളുടെ ചിന്താശേഷികളെ രൂപീകരിക്കാൻ ആ സമൂഹത്തിന് സാധിക്കും, അല്ലേ? അതാണ് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്ന് പറയുന്നത്. അടുത്തത് വളരെ സിമ്പിളായ ചെറിയ കാര്യം കൂടി പറയാം. ഭാഷയാണ് ചിന്തയുടെ പ്രധാന ഉപാധി എന്ന് പറഞ്ഞത് വൈഗോട്സ്കിയാണ്. ഭാഷ പറഞ്ഞത് ഒരു കുട്ടിയിൽ ഉണ്ടാവാൻ 2 കാരണങ്ങൾ വേണം: ചിന്താരഹിത ഭാഷയും ഭാഷാരഹിത ചിന്തയും. ഞാനൊരു ചെറിയ ചിത്രം വരച്ച് ഇവിടെ കാണിച്ചു തരാം. അതായത് ഒരു കുട്ടി 2 വയസ്സൊക്കെ ആവണ സമയത്ത് അവന്റെ ഭാഷ രൂപീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞത് വൈഗോട്സ്കിയാണ്. ഒരു കുട്ടിക്ക് 2 വയസ്സ്, ഈ ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിളായി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്, നോക്കിക്കോളൂ. അവന്റെ ഭാഷയുടെ രൂപീകരണം തുടങ്ങുന്നത് 2 വയസ്സോടെയാണ്. അതായത് ആന്തരികമായ ഭാഷണം, അതാണ് ഞാൻ താഴത്തേക്ക് ഇട്ടത്. ആന്തരികമായ ഭാഷണം, കുട്ടിക്ക് സ്വയം പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ആന്തരിക ഭാഷണം, ഒറ്റയ്ക്ക് പറയുന്ന സംഭവം. അതേപോലെ ചിന്താരഹിത ഭാഷ, വിചാരിക്കാത്ത പറയുന്ന കാര്യങ്ങൾ, ചിന്താരഹിത ഭാഷ. ഈ സാധനങ്ങളിലൊക്കെ ഒരു സമ്മേളനം നടക്കുന്നത് 2 വയസ്സിലായിരിക്കും എന്ന് പറഞ്ഞത് നമ്മുടെ വൈഗോട്സ്കിയാണ്. സംഭാഷണത്തിലൂടെയും സഹകരണത്തിലൂടെയും കുട്ടിയിൽ വിജ്ഞാനം രൂപപ്പെടുന്നു. കുട്ടി വിജ്ഞാനം രൂപപ്പെടുന്നത് എങ്ങനെയാണ്? സംഭാഷണത്തിലൂടെയും സഹകരണത്തിലൂടെയുമാണ് എന്ന് പറഞ്ഞത് വൈഗോട്സ്കിയാണ്. പഠനം ഒരു സാമൂഹിക പ്രക്രിയ എന്ന് പറഞ്ഞതാര്? ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഈ പോയിന്റാണ്. ഞാൻ ഇതിന് കഥയൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല, വെറും പോയിന്റ് ആയിട്ടാണ് ഈ നോട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ചെറിയ നോട്ടുകളായിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പൊ ഈ സാധനങ്ങളും പഠിച്ചാൽ മതി. പഠനം ഒരു സാമൂഹിക പ്രക്രിയയാണ് എന്ന് പറഞ്ഞതാരെ? വൈഗോട്സ്കിയാണ് പറഞ്ഞത്. സമീപസ്ഥ വികസന മണ്ഡലത്തെ ആസ്പദമായ പഠനം നടത്തിയതാര്? വൈഗോട്സ്കിയാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. സ്കാഫോൾഡിംഗ് പ്രസ്താവിച്ചതാര്? വൈഗോട്സ്കിയാണ് അതും പറഞ്ഞത്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ZPD എന്ന ആശയം മുന്നോട്ട് വെച്ചതാര്? വൈഗോട്സ്കി. അപ്പോ ആ പോയിന്റുകൾ ഒന്നുകൂടി പറയാം. പഠനം എന്ന സാമൂഹിക പ്രക്രിയയാണെന്ന് പറഞ്ഞത് വൈഗോട്സ്കി. സമീപസ്ഥ വികസന മണ്ഡലത്തെ പറ്റി പറഞ്ഞത് വൈഗോട്സ്കി. സ്കഫോൾഡിംഗ് വൈഗോട്സ്കി. ഇത്ര ആണ് നമുക്ക് പ്രധാനമായും വൈഗോട്സ്കിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് ചെറിയൊരു കണ്ടന്റ്, അത് നോട്ടിലായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഭാഗത്ത് നമ്മൾ ഇത് ഒരു വട്ടം കൂടി, ഇതിൻ്റെ കുറച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം കൂടി വൈഗോട്സ്കിയുടെ കാര്യങ്ങളൊന്നും കൂടി പഠിക്കാനുണ്ട്, അവിടെ വരുന്നതാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതായത് സഹവർത്തിത പഠനം എന്ന ആശയം കൊണ്ടുവന്നതും വൈഗോട്സ്കിയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് വേറെ ഒരു ഭാഗത്തോടെയും പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഇവിടെ നോട്ടിൽ ഉൾപ്പെടുത്തിയില്ലാന്നേ ഉള്ളൂ. സഹവർത്തിത പഠനം എന്ന ആശയം കൊണ്ടുവന്നതും വൈഗോട്സ്കിയാണ്. സഹവർത്തിത പഠനം സിമ്പിളാണ്. സഹപാഠികളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തുള്ള പഠനം, പഠനത്തെയാണ് സഹവർത്തിത പഠനം എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? പിയർ ഗ്രൂപ്പായിട്ട് പഠിക്കുക, ഒരാൾക്ക് അറിയാത്ത കാര്യം മറ്റേ പറഞ്ഞു കൊടുത്ത് പഠിക്കുക, എല്ലാവരും ഒരു ടീമായി വർക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് കൊടുക്കുകയാണ്, ഒരു പ്രൊജക്റ്റ് കൊടുക്കുമ്പോൾ എന്താ, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ എല്ലാവർക്കുമായിട്ട് ആ പ്രൊജക്റ്റ് കൊടുക്കുകയാണ്. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ചെയ്യാൻ അറിയുന്നവർ മറ്റുള്ളവരെ സഹായിക്കും, ഇല്ലേ? അങ്ങനെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയോടെ ഒരു ടീം വർക്കായിട്ട് ആ പ്രൊജക്റ്റ് കൃത്യമായ രീതിയിൽ കഴിക്കും.
അങ്ങനെ സഹപാഠികളൊക്കെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന പരിപാടിയാണ് സഹവർത്തിത പഠനം. ഇതൊരു പോയിന്റ് ആണ്. ആ പോയിന്റ് നമ്മൾ വിശദമായിട്ട് ഇനിയും പഠിക്കും, ഡോണ്ട് വറി. ദെൻ വേറെ സാധനമാണ് പ്രതിക്രിയാധ്യാപനം. പ്രതിക്രിയാധ്യാപനം ഇതും നമ്മൾ വീണ്ടും പഠിക്കും. പ്രതിക്രിയാധ്യാപനം പറഞ്ഞാൽ വലിയ വാക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത്ര വലിയ സംഭവം എന്നല്ല. ഒരു കുട്ടിക്ക് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടും അർത്ഥത്തെ സംഗ്രഹിച്ചിട്ടും വിശദീകരിച്ചിട്ടൊക്കെ പറയാൻ പറ്റുകയാണെങ്കിൽ അതിനെ പറയും പ്രതിക്രിയാധ്യാപനം. അതായത് ഒരു കുട്ടിക്ക് ഒരു കാര്യത്തെ മനസ്സിലാക്കുക, ഒരു പുതിയ കണ്ടന്റ് മനസ്സിലാക്കണമെങ്കിൽ അതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ അവന് ചോദിക്കാൻ പറ്റണം, സംഗ്രഹിച്ച് കാര്യങ്ങളെ പറയാൻ പറ്റണം, കാര്യങ്ങളെ വിശദീകരിക്കാൻ പറ്റണം, അതിൻ്റെ എക്സ്റ്റേണൽ കാര്യങ്ങൾ ഇതിങ്ങനെ ആവാം എന്ന് പ്രവചിക്കാനും പറ്റുകയാണെങ്കിൽ അതിനെ പറയും പ്രതിക്രിയാധ്യാപനം. പ്രതിക്രിയാധ്യാപനം. ഓക്കെ, ഇതും നമ്മൾ വീണ്ടും പഠിക്കുന്ന ഒരു സാധനമാണ്. ഇത് ആലോചിക്കാൻ ഞാൻ വേറൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. പ്രതിയെ പിടിച്ചാൽ പോലീസ് ചോദ്യം ചെയ്യും. ഇല്ലേ? ആദ്യം ഒരു പ്രതിയെ പിടിച്ചാലേ ആദ്യം പോലീസുകാരെന്താ, ബാ മോനെ നമുക്ക് ഒരു ബിരിയാണിയൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുപോകാം. ഒരു പ്രതിനെ പിടിച്ചാൽ ലോക്കപ്പ് കയറ്റിയാൽ നന്നായിട്ട് ഇഞ്ച പരുവാക്കും, ഇല്ലേ? ഇപ്പോഴത്തെ പോലീസ് എങ്ങനെയാ അറിയില്ല, പണ്ടത്തെ പോലീസൊക്കെ എങ്ങനെയാണ്, ഞാൻ സിനിമകളിലൊക്കെ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അതിലൊന്ന് ആലോചിക്കും, പ്രതിയെ വിളിച്ചാൽ വരൂ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിൽ നിവിൻ പോളി ഒരാളെ പൊക്കിയിട്ട് പറയണ ഒരു ഡയലോഗാണ്. അവിടെ കൊണ്ടുപോയിട്ട് എന്താ നന്നായിട്ട് ഒന്നിട്ട് കൊടുക്കും, ചോദ്യം ചെയ്യും, അല്ലേ? അപ്പോൾ ചോദ്യം ചോദിക്കുന്ന പ്രക്രിയയാണ്. അവൻ്റെ അടുത്ത് നടന്ന കാര്യങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ പറയടാന്ന് പറയും. അതിനെയാണ് സംഗ്രഹിക്കൽ ആ കാര്യങ്ങൾ. പിന്നെ ഇവർ കുറേ സംശയം ചോദിക്കും, ആ സമയത്ത് ഈ എവിടെയായിരുന്നു, അതിൻ്റെ ഒപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിക്കില്ലേ? അതിനെയാണ് വിശദീകരിക്കൽ. ആലോചിച്ചാൽ മതി, വിശദീകരിക്കുക. അവൻ്റെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ച് പറയാൻ പറയുക. ദെൻ പ്രവചിക്കൽ. അവൻ്റെ വിധി പിന്നെ കോടതിയിലാവും പ്രവചനം ഉണ്ടാവുക. ലാസ്റ്റ് ഏമാമാരെ താങ്ങും തല്ലൊക്കെ കഴിഞ്ഞ് അവർ കുറ്റപത്രമൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇതൊക്കെ അവൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കുമല്ലോ. എന്നിട്ട് അതിൻ്റെ അടുത്ത് പറയും എത്ര വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് അറിയില്ലടാ എന്ന് ചോദിക്കൂലേ? ഒക്കെ സിനിമയായിട്ട് കണക്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഒരു പ്രതിയെ പിടിച്ചാൽ പോലീസ് ചോദ്യം ചെയ്യുന്ന രംഗം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതിക്കൂടെ? പ്രതിക്രിയാധ്യാപനം, കാര്യങ്ങളെ സംഗ്രഹിക്കൽ, ചോദ്യം ചോദിക്കൽ, വിശദീകരിക്കൽ, ദെൻ പ്രവചിക്കൽ. ക്ലിയർ അല്ലേ? അപ്പൊ പ്രതിക്രിയാധ്യാപനവും സഹവർത്തിത പഠനവും പറഞ്ഞത് വൈഗോട്സ്കിയാണ്. സിമ്പിളാണ്. വൈഗോട്സ്കിയെ കുറിച്ച് ആലോചിക്കാൻ വളരെ സിമ്പിളാണ്. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ZPD എന്താണെന്ന് ആലോചിക്കണം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, സ്കഫോൾഡിംഗ്, സഹവർത്തിത പഠനം, പ്രതിക്രിയാധ്യാപനം. പഠനം ഒരു സാമൂഹിക പ്രക്രിയയാണെന്ന് പറഞ്ഞത് വൈഗോട്സ്കിയാണ്. ദെൻ സമീപസ്ഥ വികസന മേഖലയിലൂടെയുള്ള പഠനമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞതും വൈഗോട്സ്കിയാണ്. ഇത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ? എളുപ്പല്ലേ? ഇത്രയേ ഉള്ളൂ വൈഗോട്സ്കിയെ കുറിച്ചുള്ള കാര്യങ്ങൾ. നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കി വെക്കാം. കഴിവ് വർദ്ധിക്കുന്നതിനനുസൃതമായി പഠനത്തിൽ നിന്നുള്ള പിന്തുണ ക്രമേണ പിൻവലിക്കുന്ന പ്രക്രിയയാണ്. ഇതിൽ ടിക്കറ്റ് നോക്കണ്ട, കാരണം ഇത് മുൻ വർഷത്തിൽ നടന്ന ഒരു ചോദ്യ പേപ്പറാണ്. അതിൽ പലരും ടിക്കറ്റ് നമ്മുടെ സ്വഭാവമാണ്, പക്ഷെ അത് ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല. കഴിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് പഠനത്തിനുള്ള പിന്തുണ ക്രമേണയായി പിൻവലിക്കുന്ന പ്രക്രിയ. ഇങ്ങനെയല്ലല്ലോ ഇപ്പൊ ഇയാൾ പറഞ്ഞത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കണത്, അല്ലേ? അതിന്റെ ഓപ്ഷൻസ് നോക്കൂ. സ്കഫോൾഡിങ്, അനുബന്ധനം, സാമാന്യവൽക്കരണം, സമായോജനം. ഈ ചങ്ങായി തിരിച്ചു പറഞ്ഞിട്ട് വേറെ രീതിയിലല്ലേ ഇപ്പൊ ഇത് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോ എന്താ പറഞ്ഞത്? സ്കഫോൾഡിങ് പറഞ്ഞാല് ഒരാള് താഴെ നിൽക്കുകയാണ്, ആ താഴെ നിൽക്കുന്ന കുട്ടിയെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അധ്യാപകനും സഹപാഠികളും നൽകുന്ന കൈത്താങ്ങാണ് സ്കഫോൾഡിങ്. എന്നിട്ട് ഇയാൾ ഇതപ്പൊ പറയുന്നു, കഴിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് പഠനത്തിനുള്ള പിന്തുണ പിൻവലിക്കുന്ന പ്രക്രിയ. അതും സ്കഫോൾഡിങ് അല്ലേ?
മറ്റു കാര്യങ്ങളാണോ? അനുബന്ധനമല്ല, സാമാന്യവൽക്കരണമല്ല, സമായോജനമല്ല. എന്താണ്? സ്കാഫോൾഡിംഗ് ആണ് ഇതിൻ്റെയും ഉത്തരം. നമ്മൾ പറഞ്ഞിരുന്നു കാലക്രമേണ ആവശ്യം കഴിഞ്ഞാൽ, കുട്ടി ആ ഒരു നിലവാരം എത്തിക്കഴിഞ്ഞാൽ സ്കാഫോൾഡിംഗ്, ആ പഠന പിന്തുണ പിൻവലിക്കാം. അതാണ് ആ ചോദ്യം. ചോദ്യം ചോദിച്ച ട്വിസ്റ്റ് കണ്ടുവോ? നേരെ തല തിരിച്ചിട്ടാണ് ചോദ്യം ചോദിച്ചത്. ഇത് കഴിഞ്ഞ 2025 കേട്ടറ്റിൻ്റെ ചോദ്യമാണ്. 2025 കേട്ടറ്റിൻ്റെ ചോദ്യം. അടുത്ത ചോദ്യം നോക്കാം. ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക പറഞ്ഞാൽ ഇതിലും ഉത്തരം മാർക്ക് ചെയ്തിട്ടുണ്ട്, നോക്കണ്ട, ഞാൻ ഓരോന്ന് നോക്കാം. സ്കീമ നമ്മൾ ഇന്നാൾ പഠിച്ച സാധനമല്ലേ? സ്കീമ പറഞ്ഞത് ആരാ? പിയാഷെയാണ് സ്കീമ പറഞ്ഞത്. ഇങ്ങനത്തെ ചോദ്യം ചെയ്യാൻ A3 ആദ്യം നമ്മൾ വായിച്ചാൽ നമുക്കറിയണ സാധനം സൈഡിൽ എഴുതിയിരിക്കാം. LED ലാഡ് ഇത് നമുക്ക് അറിയില്ല, ശരി, ബി അവിടെ എഴുതി വെച്ചു, ബി. ഐഡന്റിറ്റി ക്രൈസിസ് അറിയില്ല, സി അവിടെ എഴുതി വെച്ചു. ദെൻ ZPD, ഡി നമുക്കറിയാം, വൈഗോട്സ്കി ആണെന്ന് അറിയുകയും ചെയ്യാം. അപ്പോൾ എയും അറിയാം, ഡിയും അറിയാം. A3 D2 ഇതാ നോക്കിയേ, A3. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ വേണ്ട. ഓക്കെ, സിയും വെട്ടി, ഡിയും വെട്ടി. 50-50 ഓപ്ഷൻ. കോടീശ്വരില് സുരേഷ് ഗോപി ഇങ്ങനെ കർണാടക കസേര എഴുന്നിട്ട് ഫോൺ എ ഫ്രണ്ട് 50-50 എന്നൊക്കെ ചോദിക്കില്ലേ? അതേപോലെ അല്ലേ വന്നത്? 4 ഓപ്ഷനിലെ 2 ഓപ്ഷൻ ഞാൻ വെട്ടി കളഞ്ഞു. എയും ഉണ്ട്, ബിയും ഉണ്ട്. എയില് 3, ഡിയില് 2. മണിക്കുട്ടി റണ്ണിങ്. ആലോചിച്ച് നോക്കൂ, എയില് 3 ആണ് 2 എണ്ണം, ഡിയില് 2. അപ്പോ ഈ സാധനം എനിക്ക് വെട്ടാം. ഇത് ഡിയില് 1 അല്ലേ വന്നത്, സോ ഞാൻ ഇതും വെട്ടി കളഞ്ഞു. ആൻസർ ഈസ് ഓപ്ഷൻ എ. ബാക്കിയുള്ള കാര്യം ബി എനിക്കറിയില്ല, സി എനിക്കറിയില്ല, എന്നാൽ എനിക്ക് വന്നു 1 മാർക്ക്. എനിക്കറിയാത്തതല്ല, നിങ്ങളത് കണ്ടന്റിലേക്ക് എത്തണേ ഉള്ളൂ. ആ ബിയും സിയും അറിയാൻ. ഉത്തരം കിട്ടിയില്ലേ? ഇത്ര അറിഞ്ഞാൽ പോരെ? എല്ലാം അറിഞ്ഞോളണമെന്നില്ല, നമുക്ക് അറിയണ കാര്യം വെച്ചിട്ട് ഉത്തരം എഴുതിയാൽ മതി. ഒരധ്യാപിക പ്രതിഭാധനനായ ഒരു കുട്ടിയെ ഉയർന്ന ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകി. ഇവിടെ നൽകിയ അധ്യാപിക സ്വീകരിച്ചത് എന്ത്? ഉൾച്ചേർക്കൽ, ത്വരിതപ്പെടുത്തൽ, വേർപെടുത്തൽ, പൊരുത്തപ്പെടൽ. ആ കുട്ടീനെ വേർപെടുത്തി കൊണ്ടുപോവാണോ ചെയ്തത്? അല്ല. ആ കുട്ടീനെ ഉൾച്ചേർക്കാണ് ചെയ്തത്? അല്ല. ഉൾച്ചേർക്കുക പറഞ്ഞാൽ അവന് ഇല്ലാത്തൊരു സാധനത്തിലേക്ക് ഉള്ളിലേക്ക് ചേർക്കുന്നതാണ് ഉൾച്ചേർക്കൽ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പറയാം. അപ്പൊ ഈ കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ, കേൾവി പരിമിതിയുള്ള കുട്ടികളെയൊക്കെ ഉൾച്ചേർക്കുകയാണ് ചെയ്യുക. അപ്പൊ അതല്ല. പൊരുത്തപ്പെടലല്ലോ. അവൻ എന്ത് ചെയ്താലും തെറ്റാണ്, ഒക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കാം, അതല്ലല്ലോ. ആൻസർ ഈസ് ത്വരിതപ്പെടുത്തൽ. അതായത് പ്രതിഭാധനരായ, ടാലന്റഡ് ആയ കുട്ടികളെ, ഇപ്പോഴത്തെ കേരളത്തിലൊന്നും ഇല്ല, പുറം സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഒരു കുട്ടിക്ക് ഭയങ്കര ഐക്യമാണ്, ഭയങ്കര ബുദ്ധിയാണെങ്കിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ ടക്കനെ 5ലേക്ക് ചാടിക്കാം. 4 പഠിച്ച് സമയം കളയണ്ട. ആ കുട്ടിക്ക് അതിൻ്റെ അപ്പുറമുള്ള ശേഷിയുണ്ട്. മനസ്സിലായോ? സ്ഥാനക്കയറ്റം ഉയർന്ന നിലയിൽ കൊടുക്കുന്നതിനെ പറയും ത്വരിതപ്പെടുത്തൽ. ദാറ്റ്സ് ദ ആൻസർ. ദെൻ അടുത്ത ചോദ്യം, ഇത് ചോദിച്ചത് അതേ സെയിം ചോദ്യമാണ്, ആവർത്തിച്ച് വന്നതാണ്, ഇപ്പൊ ബേജാറാവണ്ട. പോരെ. വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ വീഡിയോ ഒരു പ്രാവശ്യം കാണുക, ഒരു പ്രാവശ്യം ഒന്ന് കണ്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുമായി കണക്ട് ചെയ്യുക, നമുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സിനിമയുമായി ബന്ധപ്പെട്ട നിത്യജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ. പിന്നെ കൂടുതലായിട്ട് നമുക്ക് ചോദ്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം, മോക്ക് ടെസ്റ്റുകളും. ഇനി നമുക്ക് സർപ്രൈസ് ആയ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗങ്ങളിലേക്കും കൂടി പോകണം. ഓക്കെ. വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, പ്രധാനപ്പെട്ട വസ്തുതകളുമാണ്. അപ്പോൾ വളരെ ചുരുക്കി, വളരെ ക്രിസ്റ്റൽ ക്ലിയർ എന്ന രീതിയിലാണ് ഈ ടോപ്പിക്കിൻ്റെ നോട്ടുകളും കാര്യങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത്. മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് 1-2 പ്രാവശ്യം കണ്ട് മനസ്സിലാക്കുക ആദ്യം. അതിനുശേഷം എന്താണോ മനസ്സിലായത്, ആ മനസ്സിലായ കാര്യങ്ങളെ ആവർത്തിച്ച് കേൾക്കാനും ആവർത്തിച്ച് അതിൻ്റെ നോട്ടുകളിലൂടെ പോകാനും ശ്രമിക്കുക. കൂടാതെ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. മോക്ക് പരീക്ഷകളൊക്കെ ആരംഭിക്കും. മോക്ക് പരീക്ഷകൾ എഴുതുമ്പോൾ നിങ്ങൾക്കൊന്നും കൂടി കൃത്യമായി മനസ്സിലാവും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തയ്യാറെടുക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ സഹായത്തിനും ഞങ്ങളുടെ ഒരു ടീം നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഞങ്ങളുടെ ഒരു സപ്പോർട്ടായിട്ട് എല്ലാവരും ഷെയർ ചെയ്യുക.
പരമാവധി ആളുകളെ ഞങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമം അധ്യാപകരായ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. കാരണം ഞങ്ങളൊരു സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ എനിവേ താങ്ക് യു. വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.